നമസ്കാരം. ടീ ടാരോ റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ജനറൽ റീഡിംഗ് ആണ്. ഇത് എല്ലാവർക്കും റെസണേറ്റ് ആകണം എന്നില്ല. റെസണേറ്റ് ആവുന്നവർ അത് സ്വീകരിക്കുക, അല്ലാത്തവർ അത് വിട്ടുകളയുക. ഇന്ന് ഇവിടെ 2 സെക്ഷനായിട്ട് കാർഡ് എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ നമ്പർ 1, നമ്പർ 2 എന്ന് നമുക്ക് വിളിക്കാം. അതിൽ നിങ്ങളൊരു നമ്പർ മനസ്സിൽ ഉറപ്പിക്കുക. 1 അല്ലെങ്കിൽ 2 എന്ന് ഉറപ്പിക്കുക. അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുന്ന ആ നമ്പർ മനസ്സിൽ ഉറപ്പിക്കുക. ഞാനത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതെങ്കിൽ അത് നിങ്ങളുടേതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് മാത്രമാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് റീഡിങ്ങിലേക്ക് പോകാം. ഫോർ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഇത് ഈ ഹെർമിറ്റ് വന്നിട്ടുണ്ട്, സ്ട്രെങ്ത് വന്നിട്ടുണ്ട്, ദ ഹെയർ ഓഫിൻ്റെ വന്നിട്ടുണ്ട്, പേജ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്, നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളിലേക്ക് പുതിയ പുതിയ അവസരങ്ങളൊക്കെ യൂണിവേഴ്സ് തരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അതൊന്നും എന്തോ മൈൻഡ് ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. പഴയ ദുരനുഭവങ്ങൾ ഇനിയും ഉണ്ടാകുമോ എന്നുള്ള ഭയം കൊണ്ട് ഇപ്പോഴും നിങ്ങൾ പഴയെന്ന് പൂർണ്ണമായിട്ട് ഹീലായിട്ടില്ല മനസ്സ്. അപ്പോൾ ഹീലാവേണ്ട ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ പോലെ അല്ലെ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ മുഴുകേണ്ടതുണ്ട്. അതിനുശേഷം നിങ്ങളുടെ മൈൻഡ് ഒന്ന് ചാർജ് ആവും. അതിനുശേഷം നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ്. പിന്നെ എത്ര വേദനാജനകമായ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോയാലും നിങ്ങൾ മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുന്നവരാണ്. അതാണ് ദി ഹെർമിറ്റ് സൂചിപ്പിക്കുന്നത്. മനസ്സിനിപ്പോൾ ഒരു റെസ്റ്റ് വേണ്ട ഒരു കാലത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഉചിതമായ ഒരു തീരുമാനം എടുക്കേണ്ട സമയവും കൂടിയാണ്. സ്ട്രെങ്ത് സൂചിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ എത്ര പ്രശ്നമുണ്ടെങ്കിലും അതെല്ലാം നിങ്ങൾക്ക് മെരുക്കിയെടുക്കാൻ ഒരു ശേഷി ഉണ്ടാവും എന്നാണ്. നിങ്ങൾ എത്ര വലിയ പ്രശ്നങ്ങളെയും നിങ്ങൾ കൈകാര്യം ചെയ്യാനൊരു ശേഷി നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. ഈ ഹെറോഫൻറ്റ് പറയുന്നത് ട്രഡീഷണലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ മുഴുകുന്നവരാണ്. നിങ്ങൾ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നതാണ്. ആത്മീയപരമായിട്ട് കൂടുതൽ അടുക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും അവയെല്ലാം തരണം ചെയ്യാനുള്ള അപാരമായ ശേഷിയുണ്ടെന്ന് സൂചിപ്പിക്കപ്പെടുന്നു. ആത്മീയപരമായി നിങ്ങൾക്ക് വളരെയധികം അടുപ്പമുള്ള വ്യക്തികളാണ്. പക്ഷേ വേദനാജനകമായ ഒരു അവസരത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും മാറേണ്ടതുണ്ട്. അതിന് ആത്മീയതയെ നിങ്ങൾ കൂടുതലായിട്ടും ആശ്രയിക്കേണ്ടതായിട്ടുണ്ട്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് നിങ്ങളിലേക്ക് ധനവരുമാനം വരും എന്ന് തന്നെയാണ്. നിങ്ങൾ ധനത്തെ ലക്ഷ്യം വെച്ച് നീങ്ങണം. അതുപോലെ തന്നെ നിങ്ങൾ വായ്പകൾ ചോദിച്ചു വരുന്ന വ്യക്തികളെ കൂടുതൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അത് ഒരു യൂണിവേഴ്സ് നൽകുന്ന ഒരു മുന്നറിയിപ്പാണ്. നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് ധനമാണെങ്കിൽ ആ ധനം നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും. അതിനായി നിങ്ങൾ യത്നിക്കാനായിട്ട് പുറപ്പെട്ടു കഴിയുന്നു എന്ന ഒരു കാർഡാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പൊക്കെ അല്പം മന്ദഗതിയിലാണ്. നിങ്ങളുടെ മാനസിക പ്രശ്നങ്ങൾ മുഖേന കുറച്ച് മന്ദഗതിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവയൊക്കെ വൈകാതെ തന്നെ വളരെയധികം സ്ട്രോങ് ആയി നിങ്ങൾ മെൻ്റലി വളരെ സ്ട്രോങ് ആയി ആകുന്നതായിട്ടാണ് ഈ കാർഡ്സ് എല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. ജീവിതത്തിന് ഒരുപാട് മാറ്റങ്ങൾ വരും. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാനും എല്ലാത്തരം ഉയർച്ചയും ഈ കാർഡ്സ് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ യൂണിവേഴ്സ് നൽകുന്ന ആ അനുഗ്രഹത്തെ നിങ്ങൾ കാണേണ്ടതുണ്ട് എന്ന് ഇവിടെ പറയുന്നു. അതുപോലെ തന്നെ നമ്പർ 2 സെലക്ട് ചെയ്തവർക്കാണ് ഇത് പറയുന്നത്. നമ്പർ 2 സെലക്ട് ചെയ്തവർക്ക് അവർ ഇപ്പോൾ ഏതോ ഒരു വലിയ കാര്യങ്ങൾ വിട്ടു പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറണം, ഒഴിഞ്ഞു മാറണം എന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. മനസ്സിൻ്റെ വേദനകളും വിഷമങ്ങളും ഒക്കെ കൊണ്ട് തന്നെയാണ് നിങ്ങളങ്ങനെ മാറാൻ തയ്യാറാകുന്നത്. പക്ഷേ നിങ്ങൾക്കൊരു വിജയം വരുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് പഴയത് പൂർണ്ണമായിട്ടും വിട്ടു പോകണമെന്നാണ് ഈ കാർഡ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വളരെ സ്നേഹവും ദയയും സഹാനുഭൂതിയൊക്കെയുള്ള വ്യക്തികളാണ്. നിങ്ങൾ ഒരു തീരുമാനമെടുത്ത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരാണെന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചില ശത്രുക്കളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നിലവിൽ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടുന്നത്. പക്ഷേ നിങ്ങൾ തന്നെ വിജയിക്കും. എല്ലാവരോടും ഫൈറ്റ് ചെയ്ത് വിജയിക്കാനുള്ളൊരു ശേഷി നിങ്ങളിൽ തന്നെ ഉണ്ട്. നിങ്ങൾ വാക്കുതർക്കങ്ങൾക്കൊക്കെ പോകുമ്പോൾ വളരെയേറെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇതിനകം അങ്ങനെ ഉണ്ടായ ചില ദുരനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാവാം എന്ന് കാർഡ് പറയുന്നു. നിങ്ങൾ പല കാര്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുന്ന വ്യക്തികളാണ്.
കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളെ സ്വയം ഒരു കെട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതിനൊരു മാറ്റം വരേണ്ടതുണ്ട്. നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് വരുന്നുണ്ട്. ഒരു നീതി നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും കിട്ടും. നിങ്ങൾ വഴക്കുകളിലും പ്രശ്നങ്ങളിലും കേസുകളിലും ഒക്കെ അലഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു നീതി ഉടനെ തന്നെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ എല്ലാം നിങ്ങളിലേക്ക് ഉടനെ തന്നെ വന്നു ചേരുന്നതാണ്. നിങ്ങൾക്കൊരു വിക്ടറി ഉണ്ട്. അത് വൈകാതെ തന്നെ നിങ്ങൾ കാണും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഏകദേശം ഒരു 6 മാസത്തിനകം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നേരെയായി നിങ്ങൾ പൂർവാധികം സക്സസ് ആകുന്നതായിട്ടാണ് ഈ കാർഡ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ വിഷമങ്ങളും വേദനകളും എല്ലാം മറന്ന് നിങ്ങൾക്കൊരു നല്ല ജീവിതം ഉടനെ തന്നെ നിങ്ങൾക്കുണ്ടാകുന്നതായിട്ട് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നു. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.